ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ മുതൽ നല്ല മഴയാണ്, നല്ല ഗംഭീര മഴ. ഞങ്ങൾക്കാണെങ്കിലോ ഇന്ന് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലേക്ക് പോകാനുമുണ്ട്. മഴയാണെങ്കിൽ പോക്ക് നടക്കില്ല എന്ന് വിചാരിച്ചെങ്കിലും ഞങ്ങൾ ഇറങ്ങി. അത് ആദ്യത്തെ സ്ഥലത്തെത്തി. ഇവിടെ വന്നിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, വേറെ എവിടെയല്ല, നമ്മുടെ പെരുങ്ങാട്ടുകര ആവണങ്കാട്ട് ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ വന്നത്. മഴയായതുകൊണ്ട് ആദ്യം വിചാരിച്ചു തിരക്കുണ്ടാവില്ല എന്ന്. പക്ഷേ പിന്നീട് ഞങ്ങൾ വിചാരിച്ചു മഴയായതുകൊണ്ട് ആരും വരില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വരും, അങ്ങനെ നല്ല തിരക്കാവുമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെയാണ്, നല്ല തിരക്കുണ്ടായിരുന്നു. സാധാരണ പാർക്കിംഗ് അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്താണെങ്കിലും തിരക്കായതുകൊണ്ട് അമ്പലത്തിൻ്റെ തെക്കേ ഭാഗത്തേക്കാണ് പാർക്കിംഗ് ചെയ്യാനായിട്ട് വിട്ടത്. ഞങ്ങളിവിടെ വരാറുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക്, അതായത് ചിലപ്പോൾ 1-2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കലൊക്കെ ഞങ്ങൾ ഇവിടേക്ക് വരാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു വിശ്വാസമുള്ളൊരു അമ്പലമാണ് ആവണങ്കാട്ട് അമ്പലം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് പോയി. ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഞാൻ ഓടിക്കാൻ തുടങ്ങിയിട്ടൊരു 4 മാസത്തോളം ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാർക്കിങ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് 2 വണ്ടികൾ ഇടയിലേക്കൊക്കെ ഇടാമെന്ന് പറയുമ്പോൾ ശരിക്കും ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ തന്നെ വന്ന സമയത്ത് ഇവിടെ നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇവിടെ പാർക്കിങ്ങിൽ തന്നെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വരവ് കണ്ടപ്പോൾ, ടെൻഷൻ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അറിയാത്തതാണെന്ന് തോന്നി. അപ്പോൾ അവരടുത്ത് വിടണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശരി പറഞ്ഞു. അതുപോലെ തന്നെയാണ് വേറൊരു സ്ഥലത്ത് പോയിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഈ എല്ലുബോർഡ് ഇട്ടിച്ചുകൊണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് നമുക്ക് അത്ര വശമില്ലാണ്ടാണ് ഈ വരണേന്നുള്ളത്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഓടിക്കാനൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ, ദൈവം സഹായിച്ച്. അത് കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ പാർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ അവരടുത്ത് ഇടുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇടും, പക്ഷേ ഇത്തിരി സമയം പിടിക്കുമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് ആ സമയത്ത് അധികം വണ്ടികളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരു പയ്യൻ പറഞ്ഞു തന്നു കറക്റ്റായിട്ട്, വലത്തോട്ട് ഓടിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് പറഞ്ഞു തന്നിട്ട് ശരിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാനും പാളും കൂടി പോവുകയാണ്. അത് അമ്മയാണ് മുന്നേ പോകുന്നത്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായി അവിടെ കാണാൻ. സാധാരണ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് അമ്പലം കാണുന്നതാണ്, പക്ഷേ എന്തുകൊണ്ടും ഇങ്ങനെ ഫുൾ മരങ്ങളൊക്കെ ആയിട്ട് ഇപ്പം നിറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മോളാണ് ആ ചെറുത്. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഉച്ച സമയത്ത് വന്നിട്ടില്ല. ഇവിടെ രാവിലെ വരും, ചിലപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവും. അല്ലാതെ ഉച്ച സമയത്ത് വന്നിട്ടില്ല. ഇന്ന് വന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നടടയ്ക്കും, അതുപോലെ തന്നെ തുള്ളലും ഉണ്ടാവുമെന്ന്. അപ്പോൾ നമുക്ക് ടോക്കൺ എടുക്കുക. ടോക്കൺ 1 രൂപയാണ്. ടോക്കൺ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ കൽപ്പന കേൾക്കാം, അങ്ങനെയാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളതേ ഭക്ഷണത്തിന് വലിയൊരു ക്യൂ ആയിരുന്നു. പക്ഷേ നമുക്കത്ര ടെൻഷനില്ല, കാരണം എന്താ വെച്ചാൽ വലിയ ഹോളുമാണ്. ഇത് നമ്മൾ വാങ്ങിച്ച് കഴിക്കണം. അപ്പോൾ കഴിഞ്ഞവർക്ക് എനിക്ക് പോവുകയും ചെയ്യാം, അവിടെ വന്നിരിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര വലിയ ക്യൂ ആണെങ്കിലും നമുക്കത് വലിയ കുഴപ്പം തോന്നില്ല. സാമ്പാറും ക്യാബേജും ബീട്രൂട്ട് ഉപ്പേരിയായിരുന്നു. മണിക്കുട്ടി നല്ല കുറുമ്പ് കാണിക്കുകയാണ്. ആൾക്ക് പപ്പടം വലിയ ഇഷ്ടമില്ലെങ്കിൽ പോലും ആൾ ചേച്ചിയുടേക്കിടുന്ന് പപ്പടം വാങ്ങിച്ചിട്ടുള്ള കുറുമ്പാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ ഇറങ്ങി. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോഴും നോക്കുന്നൊരു കാര്യമാണ് അവരുടെ കാർ പോർച്ചിൽ അവരുടെ കാർ കളക്ഷൻസ് നോക്കുക എന്നുള്ളത്. അതൊരു 1-1.5 കാഴ്ച തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. അമ്പലത്തിലേക്ക് ഒന്ന് വലിയ വഴിയും നടുക്കിൽ, പിന്നെ അപ്പുറം മതിലിൻ്റെ അതിൽ കൂടെ 2 ചെറിയ വഴികളുണ്ട്, നടക്കാൻ പറ്റിയ വഴികളാണ്. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. അപ്പോൾ അപ്പുറം 2 സൈഡിലും കുളങ്ങളാണുള്ളത്. ഒരു സൈഡ് പാടും, ഒരു സൈഡ് കുളമാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോവുകയാണ്. കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ കുറച്ച് റീൽസ് എടുക്കണം എന്നുണ്ടായി. അവർ വെക്കേഷനായപ്പോൾ 3 വന്നപ്പോൾ ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡാൻസ് കുറേ റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ളത് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഫുൾ കാറുകളായിരുന്നു. ഇപ്പോൾ ഏകദേശം സമയം 2:30 ആയിട്ടുണ്ടായിരുന്നു. 3 മണിക്കാണ് ഷോ തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം വണ്ടി എടുത്തിട്ട് പോന്നു.
ഞാൻ 2010 ലൈസൻസ് എടുത്തത്. ടു വീലറും കാറും. ടു വീലർ അന്ന് മുതൽ ഉപയോഗിക്കുന്നുണ്ട്, ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കാറ് ഞാൻ അന്ന് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചതാണ്. പിന്നെ ഞാൻ കാർ ഓടിച്ചിട്ടേ ഇല്ല. കാർ ഓടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് 2025 15 വർഷം ആയിട്ടുണ്ടായി ഞാൻ ലൈസൻസ് എടുത്തിട്ട്. അപ്പോഴേക്കും ഞാൻ മറന്നു എത്ര ഗിയർ ഉണ്ടെന്നോ ഗിയർ എങ്ങനെ മാറ്റും എന്നോ എല്ലാം ഞാൻ മറന്നിട്ടുണ്ട്. എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കാറിനെ പറ്റിയിട്ട്. ക്ലച്ച് ABC എന്നുള്ളൊരു ഓർമ്മയുണ്ട്, അതായത് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. അല്ലാതെ വേറെ ഒന്നും എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ടു വീലർ ഓടിക്കുമ്പോൾ എനിക്ക് വെച്ചാൽ കാല് കുത്താം, നമുക്ക് ഏതിലൂടെ വേണമെങ്കിലും പോകാം എന്നുള്ളൊരു ധൈര്യമുണ്ട്. പക്ഷെ കാറാണെങ്കിൽ നമുക്കത് പറ്റില്ലല്ലോ, കാല് കുത്താൻ പറ്റില്ലല്ലോ എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പേടി. പിന്നെ ഫ്രണ്ടും ബാക്കും സൈഡൊക്കെ എങ്ങനെ നോക്കും, പിന്നെ ലെഫ്റ്റ് സൈഡ് മിററും റൈറ്റ് സൈഡ് മിറർ, പിന്നെ ഫ്രണ്ടിലെ മിററൊക്കെ അതൊക്കെ നോക്കിയിട്ട് വേണ്ട ഓടിക്കാൻ. പിന്നെ ഗ്ലാസ്സിലൂടെ നോക്കണം. അതെല്ലാം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ നമ്മൾക്ക് ഒരു സമയം ഉണ്ടെന്ന് പറയുന്നത് പോലെ കാറെടുത്തു. എടുത്തിട്ട് എനിക്കിപ്പോൾ ഓടിക്കണം എന്നുള്ളൊരു എന്തായാലും ഓടിക്കണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരു ടീച്ചറുടെ അടുത്ത് പോയി. ആ ടീച്ചറാണെങ്കിലോ ആൾ എക്സ്പേർട്ടാണ്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആ ടീച്ചർ പറയുന്നത് ഓടിക്ക് ഗിയർ മാറ്റ് എന്ന് പറയും. ഞാൻ സത്യം പറഞ്ഞ ഗിയറൊക്കെ തപ്പി വരുമ്പോഴേക്കും ആ ടീച്ചർ ഗിയർ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ അപ്പം ഞാൻ അതുപോലെ തന്നെ നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ ഇടണം. അപ്പോൾ എൻ്റെ അടുത്ത് നിർത്തി. അതുകൊണ്ട് എൻ്റെ അടുത്ത് ടീച്ചർ പറയുകയാണ് സെക്കൻഡ് ഗിയർ ഇടുമെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കണം ഫസ്റ്റ് ഗിയർ എപ്പോൾ ഇടും എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു അതൊക്കെ ഞാൻ ഇട്ടു എന്ന്. അങ്ങനെ ഒരു 3 ക്ലാസ്സിന് പോയി. പക്ഷേ ആൾ കിലോമീറ്ററിനാണല്ലോ നമ്മൾ പ്രാക്ടീസിന് പൈസ വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെ കിലോമീറ്റർ നല്ലോണം പൈസ വാങ്ങിച്ചു. ഒരുപാട് കിലോമീറ്റർ ഓടിക്കും ഒരു ദിവസം. പക്ഷേ എനിക്കാണെങ്കിൽ അതൊന്നും ഒരു ഐഡിയയും എനിക്ക് കിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് ആ ടീച്ചറുടെ നിന്ന് എനിക്കൊരു കാര്യം കിട്ടിയതെന്ന് വെച്ചാൽ, എന്നെ ടീച്ചർ ഡ്രോപ്പ് ചെയ്തിട്ട് ടീച്ചർ വണ്ടി എടുത്ത് പോയി. ഭയങ്കര സ്പീഡിൽ വണ്ടി എടുത്തു. അതായത് അത്രയും നന്നായിട്ട് എടുത്ത് പോയി. അപ്പം എനിക്ക് തോന്നി, സ്ത്രീകൾക്കും ഇങ്ങനെയൊക്കെ ഓടിക്കാലേ എന്നുള്ളൊരു ധൈര്യം, അല്ലെങ്കിൽ ആ ഒരു ചിന്ത എനിക്ക് ആ ടീച്ചറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയത് ഒരു മാഷിൻ്റെ അടുത്താണ്. നല്ലൊരു മാഷായിരുന്നു. എനിക്കല്ല സീറ്റ് ബെൽറ്റ് ഇടുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഒരു ക്ലാസ് മാത്രമാണ് ആ സാറിൻ്റെ കിട്ടിയുള്ളൂ. ആ സാറിൻ്റെ സമയം എൻ്റെ സമയം തമ്മിൽ എനിക്ക് സമയമുള്ളപ്പോൾ ആ സാറിന് പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതായിപ്പോയി. അങ്ങനെ ഒരൊറ്റ ദിവസം ക്ലാസ് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഗിയറിൻ്റെ ഏകദേശം എനിക്ക് ആ ഒരൊറ്റ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയത് വേറൊരു സ്ഥലത്ത് പോയി. ആ സ്ഥലത്ത് പോയപ്പോഴും ഫസ്റ്റ് ടീച്ചർ തന്നെയായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി, ടീച്ചർമാർ പഠിപ്പിക്കണം എന്നുണ്ടായി. കാരണം എന്താ വെച്ചാൽ അവർക്ക് പഠിപ്പിക്കാമെങ്കിൽ, അല്ലെങ്കിൽ അവർക്കതൊരു തൊഴിലായിട്ട് കൊണ്ട് നടക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടൊന്ന് വണ്ടി ഓടിച്ചുകൂടാന്നുള്ള ധൈര്യം എനിക്ക് വരണമെങ്കിൽ എനിക്ക് സ്ത്രീകളായിട്ട് പഠിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരെ പഠിപ്പിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ടീച്ചർക്ക് ധൈര്യം ഇങ്ങനെ പഠിപ്പിക്കാൻ ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു വണ്ടി ഏതാ, കാർ എന്താ, റോഡ് എന്താണെന്ന് അറിയാത്ത സമയം പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ആ ടീച്ചർ ഡ്രൈവിങ് പഠിച്ചു എന്ന്. അപ്പോൾ പേടി എന്താണെന്ന് അറിയാനായിട്ടില്ല, അങ്ങനെ ഓടിച്ചു. പിന്നെ വേറൊരു വരുമാന മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ആളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്ന് പറഞ്ഞു. അതെനിക്കൊരു ധൈര്യം. പിന്നെ എനിക്ക് പിറ്റത്തെ ക്ലാസ് മുതലൊരു 4 ക്ലാസ്സോളം അവിടുത്തെ തന്നെ ഒരു മാഷാണ് എടുത്തത്. മാഷ് ഒരു വലിയ വണ്ടിയിൽ എർട്ടിഗയിലാണ് എന്നെ ഫസ്റ്റ് കയറ്റിയത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അതെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ വലിയ വണ്ടിയോ എന്നുള്ളത് തോന്നു. മാഷ് പറഞ്ഞു അതിനിപ്പോൾ എന്താ, പഠിക്കല്ലേ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും, വളവ് വരുമ്പോൾ എന്ത് ചെയ്യണം, പിന്നെ നല്ല തിരക്കുള്ള റോഡാകുമ്പോൾ എന്ത് ചെയ്യണം, എല്ലാതും പറഞ്ഞു തന്നിട്ടുണ്ടായി. പിന്നെ എനിക്ക് അതും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പാപ്പനുണ്ട്. ആ ആളോട് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു 1.5 ആഴ്ചയോളം ആളുടെ കൂടെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഒരു വൈകുന്നേരം ഒരു 4 മണി മുതൽ ഏകദേശം ഒരു 6 മണി വരെ ആളുടെ കൂടെ ഡ്രൈവിങ്ങിന് പോവും. ആളാണെങ്കിലോ കറക്റ്റായിട്ട് ഡ്രൈവിംഗ് സ്കൂളുകളിൽ പറഞ്ഞു തന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും, എൻജിൻ, ക്ലച്ച്, എല്ലാ കാര്യങ്ങളും എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. നല്ല ധൈര്യം തന്നു. ഗിയർ മാറ്റാനൊക്കെ എനിക്ക് പേടിയായിരുന്നു. ഫസ്റ്റ് ഗിയർ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ മാത്രമേ ഞാൻ പോയിരുന്നുള്ളൂ അത്രയും സ്പീഡിൽ. പക്ഷേ ഗിയർ മാറ്റിയിട്ട് സ്പീഡിൽ ഓടിപ്പിച്ചു. അതുപോലെ തന്നെ എനിക്കൊന്നും അറിയാത്ത സമയത്ത് ഹൈവേയിൽ കൂടെ കൊണ്ടുപോയി. അപ്പോൾ വണ്ടികൾ വന്നാലും ബാക്കിൽ നിന്ന് വണ്ടി വരുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ബാക്കിൽ നോക്കേണ്ട ആവശ്യമില്ല, നേരെ പോയാൽ മതി, കറക്റ്റായിട്ട് അവരുടെ അടുത്ത് പൊക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ധൈര്യം എനിക്ക് കൊണ്ടുവന്നു.
അത് കഴിഞ്ഞ് ഞാനിപ്പോൾ വണ്ടിയെടുത്ത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്ക് വെച്ചാൽ എനിക്ക് ഒരു വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നുമല്ല. അതായത് ഇപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും എല്ലാ സ്ത്രീകളും ഇപ്പോൾ ഏകദേശം ഓടിക്കാറുണ്ട് ഒരു ഭൂരിഭാഗം. അപ്പോൾ അവർക്ക് ഓടിക്കാറുള്ളതാണല്ലോ, പിന്നെ ഇപ്പോൾ എന്താ എനിക്ക് എന്നുള്ളൊരു ചിന്ത ഞാൻ എടുക്കുമ്പോൾ, നേരെ മറിച്ച് ഞാനിതിപ്പോൾ ഓടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു ലേഡി എങ്ങാനും വണ്ടി ഓടിച്ച് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഇതേ അതൊരു സ്ത്രീ ഓടിക്കണേ അല്ലെങ്കിൽ അതൊരു ലേഡിയാണ് ഓടിക്കണേ എന്നുള്ളൊരു ചിന്ത എനിക്ക് വരികയും ചെയ്യും, ഞാനത് പറയുകയും ചെയ്യും. പക്ഷെ ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതിപ്പോൾ എല്ലാവരും ചെയ്യണതല്ലേ എന്നാണ് തോന്നിയിരുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ പോയിരുന്നത് ഞാനും അമ്മയും പെങ്ങളുടെ 2 മക്കളും എൻ്റെ മോളും കൂടിയാണ്. ഞങ്ങൾ ഫുൾ സ്ത്രീകളാണ്. അപ്പോൾ അവരെ കൊണ്ട് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ ഹസ്ബൻഡ് നാട്ടിലില്ലെങ്കിലും നമുക്ക് അവരെ കൊണ്ട് പുറത്ത് പോകാൻ പറ്റുന്നുണ്ട്, സിനിമ കാണാൻ പറ്റുന്നുണ്ട്, വണ്ടിയായിട്ട് മഴയായാലും പോവാം എന്നുള്ളൊരു ആ ഒരു സന്തോഷം നമുക്കുള്ളിലുണ്ട് കേട്ടോ. ഇതുപോലെ ആരെങ്കിലും വീട്ടിൽ വണ്ടി ഉണ്ടായിട്ടും ലൈസൻസ് ഉണ്ടായിട്ടും ഓടിക്കാൻ പേടി കാരണം വണ്ടി എടുക്കാത്തവരുണ്ടെങ്കിൽ വണ്ടി എടുക്കുക. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ എത്ര ആൾക്കാർ കാണുമെന്നോ ആരെങ്കിലും കാണുമോയെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. കാരണം ഇതെൻ്റെ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് വണ്ടി എടുക്കുക. വണ്ടി എടുത്തിട്ട് വണ്ടി ഓടിക്കാൻ അറിയുമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ, അതിനൊരു വലിയൊരു കാര്യമാണ് കേട്ടോ. പകൽ മൂവിയാക്കി ഉച്ച മൂവിയാക്കിയാണ്, രാത്രി മൂവി ഉച്ച മൂവിയാക്കി. ഇങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തി കഴിഞ്ഞിട്ട് ഇതേ പോപ്കോൺ സെലക്ട് ചെയ്യണം. ആദ്യം തന്നെ പോപ്കോൺ വാങ്ങിച്ചു കൊടുത്തു. കാരണം കാണാൻ പോണ സിനിമ ഇത്തിരി പേടിയുണ്ടെന്ന് തോന്നിയപ്പോൾ മൺകുട്ടി അതൊക്കെ കഴിച്ചിരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോപ്കോണൊക്കെ വാങ്ങിച്ചു തിയേറ്ററിൽ കയറിപ്പോയി. അപ്പോൾ സിനിമ എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല, ഏതോ ഒരു സൺഡേ എടുത്ത വീഡിയോ ആണ്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണെന്നുള്ളത്. ആശീർവാദ് സിനിമാസ്. അപ്പോൾ ആശീർവാദ് സിനിമാസിൽ ഇറങ്ങിയത് വേറെ ഇതുമല്ല, ദൃശ്യം 3 ആണ്. അങ്ങനെ സിനിമയെല്ലാം കഴിഞ്ഞു. സമയം 6 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ കടയിൽ കയറിയപ്പോൾ ഞങ്ങൾ വെറുതെ കാറിലിരുന്നിട്ട് നമുക്ക് സിനിമയുടെ റിവ്യൂ ഒക്കെ പറയാം എന്നൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല സിനിമയായിരുന്നു, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ എല്ലാവരോടും ബായ്.